ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ്. കാവേരി നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ആദ്യ കവാടത്തിനടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെപ്പറ്റിയും ക്ഷേത്രത്തിൻ്റെ ഘടനയെപ്പറ്റിയും എല്ലാം വിവരിച്ച് ഇരിക്കുന്നത് നമുക്ക് കാണാനും അത് വായിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ കവാടം കയറുമ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ കവാടവും ആ കവാടത്തിൻ്റെ സൈഡിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പുൽത്തകിടിയും ഒക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം കവാടത്തിനുള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കവാടവും കടന്ന ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ വിശാലമായൊരു ഗ്രൗണ്ട് പോലെ ഉള്ളൊരു ക്ഷേത്രമുറ്റവും ഈ ക്ഷേത്രത്തിൻ്റെയും ചുറ്റുമതിലുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല് ഉപയോഗിച്ച് മാത്രമാണ്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച 81 ടൺ ഭാരമുള്ള ഒരു മകുടമാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള ഗോപുര കവാടങ്ങൾ കടന്ന് നമ്മൾ പിന്നെ ചെല്ലുന്ന നന്ദിയുടെ പ്രതിമയുടെ അടുത്തേക്കാണ്. ഏതാണ്ട് 25 ടൺ ഭാരമുണ്ട് ഈ പ്രതിമയ്ക്ക്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയാണ്. നമ്മൾ നന്ദിപ്രതിമയൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പ്രധാന ക്ഷേത്രത്തിലേക്കാണ്. ഈ പ്രധാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. ശിവൻ്റെ ലിംഗരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഇതുവഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി നമുക്കിവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിലേക്കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോയാൽ ഈ ചോഴ രാജവംശത്തിലെ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം AD 985 നിർമ്മിക്കുന്നത്. ഏതാണ്ട് 12 വർഷക്കാലം എടുത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. വലിയ ചുറ്റുമതിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഈ ചുറ്റുമതിലിനുള്ളിൽ കൂടി നടന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഈ ചുറ്റുമതിലുള്ളിൽ തന്നെ ധാരാളം ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കരിങ്കല്ലിലാണെങ്കിൽ അക്ഷരങ്ങളൊക്കെ കൊത്തിവെച്ചതും നമുക്ക് കാണാം. ഇതിവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ പറ്റിയൊക്കെയാണെന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ടൺ കരിങ്കല്ല് ഉപയോഗിച്ച് മാത്രമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലാണെങ്കിൽ ഈ ചോള രാജാക്കന്മാർ നടത്തിയ വീരസാഹസിക പോരാട്ടങ്ങളും അവരുടെ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടെന്ന്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. അതുപോലെ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ ക്ഷേത്രം. കൂടാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും ഈ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ശില്പിയെപ്പറ്റി പറയുകയാണെങ്കിൽ കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചനാണ് ഈ ക്ഷേത്രം വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായതൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.